Good morning. Today going to talk about market strategy. Marketing management unit 10 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാർക്കറ്റ് സ്ട്രാറ്റജി. Market strategy is the total and unbeatable instrument or plan shaped and designed serving attaining the marketing objectives of the firm. സ്ട്രാറ്റജി എന്ന് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിങ്ങിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് നമുക്ക് ഷേപ്പ്ഡ് ആൻഡ് ഡിസൈൻ സ്പെസിഫിക്കലി അറ്റൈനിങ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്. നമ്മുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെയാണ് മാർക്കറ്റ് സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് സ്ട്രാറ്റജീസ് മെയിൻലി വൺ എയിം ടു കോപ്പ് അപ്പ് വിത്ത് ദ കോമ്പറ്റീഷന് കോപ്പ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. ദർ ആർ 5 മേജർ ആൻഡ് വൈറ്റൽ ഫോഴ്സ് ഡിസൈഡ് ദ നേച്ചർ ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് കോമ്പറ്റീഷൻ. നേച്ചർ ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദ മേജർ കോമ്പറ്റീഷൻ എന്നാണ് മൈക്കിൾ പോർട്ടർ തന്നിട്ടുള്ള ഡെഫിനിഷനിൽ പറയുന്നത്. Then threat of new entrants, bargaining power of customers, bargaining power of suppliers, threats of substitute product. Then ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന കോമ്പറ്റീഷനിൽ വരുന്ന ടേംസ്. ഇത് നമുക്ക് അതിനെങ്ങനെയാണ് നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് അതിനെ ഡിഫീറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതാണ് മാർക്കറ്റ് സ്ട്രാറ്റജിയിൽ നമ്മൾ പറയുന്നത്. പോർട്ടറിൻ്റെ ഡെഫിനിഷൻസും ടേംസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് മാർക്കറ്റ് സ്ട്രാറ്റജി. ഫസ്റ്റ് ഡിഫൈൻ ദ ടാർഗറ്റ് പോപ്പുലേഷൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോപ്പുലേഷൻ ഏതാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. നമ്മുടെ ഡെമോഗ്രഫി ഏതാണെന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ടെസ്റ്റ് യുവർ ഓഡിയൻസ്. നമ്മുടെ ഓഡിയൻസിൻ്റെ ബിഹേവിയർ എന്താണെന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക. കൺസിഡർ ദ മാർക്കറ്റ് സ്ട്രാറ്റജീസ്. അത് അവരുടെ നോളജ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ അതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക. അതിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് മാർക്കറ്റ് സ്ട്രാറ്റജി സെലക്ട് ചെയ്യുക. ഇവാലുവേറ്റ് ദോ സ്ട്രാറ്റജി. ഇനി അപ്ലൈ ചെയ്തിട്ട് ആ സ്ട്രാറ്റജി എങ്ങനെയുണ്ടെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുകയാണ് മെയിനായിട്ട് ഫാക്ടേഴ്സായിട്ട് മാർക്കറ്റ് സ്ട്രാറ്റജിയുടെ ഫാക്ടേഴ്സായിട്ട് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. പലതരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുണ്ട്. ബിസിനസ് ടു ബിസിനസ് മാർക്കറ്റിംഗ്, ബിസിനസ് ടു കൺസ്യൂമർ മാർക്കറ്റ്. രണ്ട് തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ. അതേപോലെ തന്നെ ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ കൊടുക്കുന്ന PPC, പേ പെർ ക്ലിക്ക് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് മാർക്കറ്റിംഗ്. ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂസിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിനോട് റിലേറ്റഡ് ആയിട്ട് പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ്. നമ്മൾ ഹോസ്പിറ്റലൊക്കെ ചെയ്യാറുള്ളത് ഏതെങ്കിലും അസുഖത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് മാർക്കറ്റ് ചെയ്യുക. അതായത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. ഫോക്കസ് ഓൺ കസ്റ്റമർ ബിൽഡിംഗ്, എൻഹാൻസിങ് എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് ഇംപ്രൂവിങ് കസ്റ്റമർ ലൈഫ്. ഇത് നമ്മൾ ചെയ്യുന്നത് ആഫ്റ്റർ സെയിൽസ് സർവീസൊക്കെ ചെയ്യുമ്പോഴാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് ഉള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് അണ്ടർ കവർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിമെയിൻ അൺഅവെയർ ഓഫ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. കസ്റ്റമേഴ്സിന് അറിയാത്ത ഏതെങ്കിലും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അണ്ടർ കവർ മാർക്കറ്റിംഗ് എന്നാണ് പറയുക. വേർഡ് ഓഫ് മൗത്ത്. ദെൻ വാട്ട് ഇംപ്രഷൻ ഓഫ് ദ ലീവ് ദ പീപ്പിൾ. അവിടെ നിന്ന് പോയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് പറയുന്നത്, അതായത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഒപ്പീനിയനൊക്കെ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി എന്നാണ് പറയുക. ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്. ക്ലൗഡ് മാർക്കറ്റിംഗ് ആണ്. ഇൻ്റർനെറ്റിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. പ്രൊമോട്ട് വേരിയസ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഷെയർ ചെയ്യുന്നതാണ്. ട്രാൻസാക്ഷൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വോളിയൂം ഓഫ് ടാർഗറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസാണ്. കൂപ്പൺസും ഡിസ്കൗണ്ട്സും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡൈവേഴ്സിറ്റി മാർക്കറ്റിംഗ്, അതായത് കസ്റ്റമൈസിങ് ദ ഇൻ്റഗ്രേറ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതായത് ഓരോ സ്ഥലത്തുള്ള കൾച്ചറും ബിലീഫും അനുസരിച്ച് അവിടെ മാർക്കറ്റ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് ഡൈവേഴ്സിറ്റി ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.